അനുശ്വരെ പറ്റി എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ഒരുമിച്ചായിരുന്നു. പുള്ളിക്കാരി എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. എല്ലാ കാര്യത്തിനും ഒരു ബിഗ് സിസ്റ്ററിനുള്ളതിനുപരി നല്ലൊരു ഫ്രണ്ടായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് നിന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പോകുമ്പോൾ മിസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ മിസ് ചെയ്യും. ഒരു ബിഗ് സിസ്റ്റർ പോലെ തന്നെ ഒരു ആളാണ്, വെരി സപ്പോർട്ടിംഗ് ആണ്. പോകുമ്പോൾ എന്തായാലും മിസ് ചെയ്യും. ആലന ചാച്ചനും അനീഷ ചേച്ചിക്കും ഞങ്ങളുടെ ബെസ്റ്റ് വിഷസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. My chest echoes your name. I know it was you that first night under the moon. And I know that we're dancing in water so deep. If you move, I could lose the ground underneath. Will you hold me when I fall into your light? Lose track of time. The wind leaves me wondering if I'm waking up in a dream. Leaves me wondering if I'm waking up in a dream. I swear I've been here before. I'm scared, how can I be sure? Will you come through? Are you too good to be true? നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അറിയിക്കാത്ത നന്മകളും എനിക്കെങ്കിലും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ബാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവന് പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, ദുഷ്ടതാവേ നിനക്ക് സ്തുതി, പാപികളാടിയാരോട് കരുണ ചെയ്ത മശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടകളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യക മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കരുണാസമ്പന്നമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് ഈ ഭവനവുമായി അവിടുത്തെ മഹത്വമുള്ള ദുരുസ്ഥനത്തിൽ അടുത്ത് വരുവാൻ തക്കോണം സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും സന്തോഷ അവസരങ്ങളിലും കൂടെ ഇരുന്ന് ഞങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തുന്ന ദൈവമായ കർത്താവെ, അവിടുത്തെ അനുഗ്രഹങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ മേൽ പകരുന്നതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ കാക്കുന്നവർ വൃഥാ ജാഗരിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിത്യമായ ഉറപ്പിനായി ദൈവമേ നന്ദിയോടെ സ്തോത്രം. കാരുണ്യവാനായ കർത്താവെ, സകല കുടുംബങ്ങൾക്കും പേറ് വരുവാൻ കാരണമായ പിതാവായ ദൈവമേ, അവിടുത്തെ മഹത്വമുള്ള തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കുമ്പിടുന്നു, ഞങ്ങളുടെ തലകളെ വണക്കുന്നു. കർത്താവെ, ഈ വാത്സല്യമുള്ള ഭവനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ മരുഭൂയാത്രയിൽ ഇന്നയോളം അവിടുന്ന് കരം പിടിച്ചു വഴി നിർത്തി ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ തമ്പുരാൻ കൂടിയിരുന്ന് നിന്റെ മക്കൾക്ക് ചൊരിഞ്ഞു കൊടുത്ത എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായും ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. എല്ലാം ദൈവകൃപ എന്നോർത്ത് ദൈവസന്നിധിയിൽ എപ്പോഴും കർത്താവെ വിനയത്തോടുകൂടെ കൃപയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് വിശുദ്ധ വിവാഹത്തിന് മുൻപായിട്ടുള്ള കർത്താവെ, വിശുദ്ധ വിവാഹത്തിൻ്റെ ഉറപ്പിൻ്റെ ഈ ഒരു ചടങ്ങിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ട പൈതലിൻ്റെ ജനനം മുതൽ ഇന്നയോളം ജീവിതത്തിൽ അവിടുന്ന് കൂടിയിരുന്ന് നൽകിയതായിട്ടുള്ള എല്ലാ സ്വർഗീയ നന്മകളെയും നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ ജനനത്തിൻ്റെ ഘട്ടങ്ങളിൽ, അത് കഴിഞ്ഞുള്ള വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും, പഠനത്തിൽ, ജോലി ലഭിക്കുന്നതിൽ ഇപ്പോൾ തക്ക തുണയെ തമ്പുരാൻ കൊടുത്ത് കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ചു. ദൈവമേ നന്ദിയോടെ സ്തോത്രം. എല്ലാം ദൈവത്തിൻ്റെ കരുണയാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾ ഏതുമില്ല, ഞങ്ങളിൽ വ്യാപരിക്കുന്നത് ദൈവകൃപയുടെ അത്യന്ത ശക്തിയാകുന്നുവല്ലോ. നാൾത്തോറും ഇതോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിപ്പാൻ തക്കോണം അവിടുന്ന് സഹായിക്കണമേ. പ്രിയപ്പെട്ട മകളെയും മാതാപിതാക്കളെയും സഹോദരനെയും എല്ലാം നിന്റെ കരങ്ങളിലെ സമർപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾക്കാട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രിയപ്പെട്ട മകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനായി, ആ ഭവനത്തിനായി, കുടുംബാംഗങ്ങൾക്കായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം. വിവാഹം നിശ്ചയിച്ചടങ്ങിൽ ആദ്യോടന്തം അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. എല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കണമേ. വന്നുചേരുന്ന പട്ടക്കാരെയും ക്ഷണിക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കൃപയിൽ കാത്തു സൂക്ഷിക്കണമേ. സാക്ഷ്യത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി
ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും തീരുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കി തീർക്കുകയും ചെയ്യണമേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമേ. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും അല്ലെങ്കിൽ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസിൻ്റെയും മോർ ദീവന്നാസിയോസിൻ്റെയും ഞങ്ങളുടെ കാവൽ പിതാവായ മാബുഗിലമാർ ഫീലക്സിനസ് പിതാവിൻ്റെയും പ്രാർത്ഥനയും മധ്യസ്ഥയും ദൈവമായ കർത്താവെ ഈ ഭവനത്തിന്മേലും ഇതിൽ വസിക്കുന്നവരുടെ മേലും തിരുവുമ്പാക തലവണങ്ങിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും പ്രത്യേക വിവാഹ നിശ്ചയത്തിനായിട്ട് പുറപ്പെടുന്ന ഈ പ്രിയ മകളുടെ മേലും തമ്പുരാനെ ഇവൾക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന ആ പ്രിയ മകൻ്റെ മേലും ഇരു കുടുംബങ്ങളുടെ മേലും തുടർന്ന് നടക്കുവാനിരിക്കുന്നതായ എല്ലാ ശുശ്രൂഷകളുടെ മേലും നിങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന ആത്മാക്കളുടെ മേലും ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുന്നതാകണം. ആമേൻ. Love is lost and love is found. It gets you high then pulls you down. It brings you to your knees then comes and sweeps you off your feet. Love is blind but helps you see. It makes you cry, makes you believe. It spins you round and round, then puts you back on stable ground. ടെൻഷനുണ്ട്, പക്ഷെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ചെറുക്കം വന്നാലേ അറിയത്തുള്ളൂ. ഭയങ്കര ജെനുവിനാ. എന്തോ ചെയ്താലും 100% എഫേർട്ട് ഇട്ട് ചെയ്യും. ഞാൻ പറയുന്നതിനേക്കാളും മുന്നേ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഞാൻ ഓവർ തിങ്ക് ചെയ്താലും പുള്ളി ഭയങ്കര പോസിറ്റീവാണ്, ഫണ്ണാ. Keeping it quiet
കർത്താവെ വീണ്ടും ഒരു പുതിയ ദിനം കണ്ടു ഉണരുവാൻ തന്ന വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ദിവസത്തിന്റെ കാര്യാദികളെ ദൈവമായ കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന ബലവും വിശ്വവും ഒക്കെ അവിടുന്ന് വാർന്നു നൽകുകയും ദൈവമായ കർത്താവെ അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ തക്കണം ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അവിടുന്ന് ഏറ്റവും കാതലായി നൽകുന്നതിനായിട്ട് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് അവിടെ നിന്ന് ലഭ്യമായി തീർന്നതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ അതിനെ നോക്കിക്കാണുവാനും അവിടുത്തെ സന്നിധിയിൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ജീവിതത്തെ അപ്രകാരം ക്രമപ്പെടുത്തുവാൻ തക്കണം ഞങ്ങൾ നീ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന പ്രിയ മകനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരുക്കപ്പെടുന്ന പ്രിയ മകൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നടക്കുവാനിരിക്കുന്ന ചടങ്ങുകളെല്ലാം അവിടുന്ന് വാഴ്ത്തമേ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച നടക്കുവാനിരിക്കുന്ന വിവാഹ ചടങ്ങിന്മേൽ ദൈവമാകർത്താവെ അവിടുത്തെ നടത്തിപ്പും കാവലും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാപൂർവ്വം ഈ ദിവസങ്ങളിൽ വേണ്ടുവണ്ണം ഒരുങ്ങുവാൻ തക്കണം ഈ മക്കളെ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന മേഖലകളിലൊക്കെ ദൈവമായ കർത്താവെ അവിടുന്ന് വിശ്വസ്തയോടെ നിലനിൽപ്പാൻ തക്കണം കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടുന്ന് ഇടയാക്കി ദൈവമായ കർത്താവെ തുടർന്നുള്ള നാളുകളിൽ അത് ശുശ്രൂഷകളൊക്കെ തുടരുവാൻ തക്കണം അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാട്ടിലെ പ്രദേശത്ത് എത്തുവാനും പ്രത്യേകിച്ച് കൂട്ടായ്മയൊക്കെ ആചരിപ്പാനും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പരസ്പരമൊക്കെ കാണുവാനും ഒക്കെ തന്ന വലിയ സാവകാശത്തിനായി സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ അനുബന്ധ ക്രമീകരണങ്ങളെ എല്ലാം അവിടുത്തെ കാര്യങ്ങളിലേക്ക് വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ യാത്രയിന്മേൽ അവിടുത്തെ നടത്തിപ്പും കൃപയും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവിടെ എത്തിച്ചേരുവാനും ചടങ്ങുകളിലെല്ലാം ദൈവമാർഗ്ഗ സന്തോഷത്തോടെ പങ്കെടുക്കുവാനും ഈ സമയത്ത് മടങ്ങി വരുവാനും ഒക്കെ അവിടുത്തെ ഞങ്ങളെ ഇടയാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ അവരുടെ ജനന സമയം മുതൽ ഈ സമയം വരെ അവിടുന്ന് കാത്തു പരിപാലിച്ചു. ദൈവമായ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് രക്ഷയുടെ പാത ഒരുക്കി തന്നവനാണ്. ആ രക്ഷയുടെ വാഹകത ദൂതുവാഹകരായിട്ട് ദൈവമായ കർത്താവെ അനുദിനം കുടുംബജീവിതത്തിൽ കൂടെ പ്രതിഫലിപ്പാൻ തക്കണം ഈ മക്കളെ അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയ വിശ്വാസ സമൂഹത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ ഈ സന്തോഷ നിമിഷങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുവാനും ദൈവമായ കർത്താവെ പ്രിയ കുടുംബാംഗങ്ങൾക്കൊക്കെ ലഭിച്ചതായിട്ടുള്ള എല്ലാ നല്ല സാവകാശത്തിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ തുടർന്ന് നിലനിൽപ്പാൻ തക്കണം ഞങ്ങൾ ഏവരെയും ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ കാര്യങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് സകലതും ശ്രദ്ധ വെച്ച് കേട്ട ഉത്തരമരുവാനാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം വാഴുകളും പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന പ്രിയ മക്കളിന്മേലും ഇന്ന് നടക്കുവാനിരിക്കുന്ന സൽക്കാര ചടങ്ങുകളിന്മേലും പ്രത്യേകിച്ച് യാത്രകളിന്മേലും മറ്റേ അനുമതി ആവശ്യങ്ങളിന്മേലും അമേവരുടെ ജീവിതാനുഭവം എന്ന് വന്നേ and the fantasy gets closer, looking out on my rocket ship as I fly away, away. All the bad guys out of sight, got my army by my side, faster than the speed of light. ചേച്ചിയാണെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇമോഷണലി ആയാലും എല്ലാ കാര്യത്തിലും ഒരു ഹോപ്പായിട്ടാണ് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നത്. അപ്പം ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ എ സിസ്റ്റർ ലൈക്ക് ദിസ്. കൊച്ചിലാവട്ടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇവൾ പുറത്തു പോയെങ്കിൽ പോലും എൻ്റെ എല്ലാ സീക്രട്ടും അറിയാവുന്ന ഒരുത്തിയാണ് ഇവൾ. എൻ്റെ ഒരു ബിഗ് സിസ്റ്ററാണ്, എൻ്റെ ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. പോയാൽ വിഷമം വരും, പക്ഷേ എന്തൊരാവശ്യത്തിന് അവൾ വരുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. രണ്ടുപേർക്കും നല്ല വിശ്വസ്, നല്ലതായിട്ട് ജീവിതം മുമ്പോട്ട് പോട്ടെ. അവൾ ഒത്തിരി സൈലൻ്റ് ആണ്. എന്ത് കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് അവൾ എല്ലാം ചോദിച്ചിട്ടും ആലോചിച്ചിട്ടും ഒക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ എല്ലാവിധമായ ആശംസകളും നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ ദൈവം അവരെ രണ്ടുപേരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Every moment has led us to this day. Every journey that brought us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so
ഭാഗത്ത് നിന്ന് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സർവേശ്വരനായ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ നാമത്തിൽ സ്നേഹമാണ്. ഞാൻ ഈ വധു അനീഷയുടെ അച്ഛനാണ്. എൻ്റെ പേര് എം തോമസ്. നിങ്ങളെ എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ അറിയിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമാണ്. ദൈവകൃപയാൽ കൊല്ലം ജില്ലയിൽ ഓയൂർ സെൻറ് തോമസ് മാർത്തോമ ഇടവകയിൽ കൂടി നടക്കുന്ന ഓയൂർ കോഴിക്കോട് കട്ടാളിക്കരയിൽ പ്രാഥമിക തലത്തിൽ വീട്ടിൽ ശ്രീമതി ടീന ബാബുവിൻ്റെയും ശ്രീ ബാബു പാപ്പച്ചൻ്റെയും മകൻ ശ്രീ അലൻ ബാബു, പത്തനംതിട്ട ജില്ലയിൽ അത്തച്ചടക്കൽ മാർ പീലക്സിനോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ കൂടി നടക്കുന്ന ഒറ്റപ്ലാവ് നിൽക്കുന്നതിൽ വീട്ടിൽ ശ്രീമതി ഏലിയാമ്മ എബ്രഹാമിൻ്റെയും ശ്രീ അനിൽ കെ സാമിൻ്റെയും മകൾ ഡോക്ടർ അനീഷ സാറ അനിൽ തമ്മിലുള്ള വിവാഹത്തിൻ്റെ പ്രാരംഭ ആലോചനകൾ നടന്നു. പ്രസ്തുത ആലോചനയുടെയും കുടുംബാംഗങ്ങൾ കൈക്കൊണ്ട തീരുമാനത്തിൻ്റെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. താങ്ക് യു. ഇവിടെ ഓർപ്പിച്ചതുപോലെ അനീഷയുടെയും അലന്റെയും വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക ആലോചനകൾ ഇരു കുടുംബങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ട്. ആ വിവാഹം എപ്പോൾ എവിടെ വെച്ച് നടത്തുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോൾ അലന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയിക്കുന്നതാണ്. ഇതേ തുടർന്ന് അലനെ കാണുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. ആയതുകൊണ്ട് അതിനുശേഷം അവർ കുടുംബാംഗങ്ങളോടൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ അലന്റെ ഭാഗത്ത് നിന്ന് ഈ വിവാഹം എപ്പോൾ എവിടെ വെച്ച് നടത്തുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഇവിടെ പ്രസ്താവന. സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ കോഴിക്കോട് പ്ലാവള താഴത്തിൽ വീട്ടിൽ ബാബു പാപ്പച്ചൻ്റെയും ടീന ബാബുവിൻ്റെയും മകൻ അലൻ ബാബുവിൻ്റെയും അട്ടച്ചാക്കൽ മാർ പീലക്സിനോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശ്രീ അനിൽ കുഞ്ഞുമൻ സാമിൻ്റെയും ശ്രീമതി ഏലിയാമ്മ അബ്രഹാമിൻ്റെയും മകൾ ഡോക്ടർ അനീഷ സാറാനിൽ തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവേശമായാൽ 2026 മെയ് മാസം 21-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് വാളകം സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുവാൻ ഇരു ഭവനങ്ങളും തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ചു. അതിന്റെ ഉറപ്പിലേക്കാണ് നിങ്ങൾ ഏവരെയും കൂട്ടിയെടുത്തിരിക്കുന്നത്. എല്ലാവരെയും ആത്മാർത്ഥമായി ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ സമയത്ത് അനീഷയും അലനും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം സ്റ്റേജിലേക്ക് കടന്നു വരണം എന്ന് ഓർപ്പിക്കുന്നു. ഇരു കുടുംബങ്ങളും തമ്മിലെടുത്തിട്ടുള്ള ഈ ധാരണ കൈമാറുവാനായിട്ട് രണ്ട് കുടുംബത്തിൽ നിന്നും മുതിർന്ന ഓരോ വ്യക്തികൾ സ്റ്റേജിലേക്ക് ഈ സമയത്ത് വരേണ്ടതാണെന്ന് ഓർപ്പിക്കുന്നു. ഓയൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയിൽ കോഴിക്കോട് കാറ്റാടി പ്ലാവള താഴത്തിൽ വീട്ടിൽ ശ്രീ ബാബു പാപ്പച്ചൻ്റെയും ശ്രീമതി ടീന ബാബുവിൻ്റെയും മകൻ അലൻ ബാബുവും തമ്മിലുള്ള വിവാഹം 2026 ആണ്ട് മെയ് മാസം 21-ാം തീയതി 11 മണിക്ക് വാളകം സെന്റ് തോമസ് മാർത്തോമ ദേവാലയത്തിൽ വെച്ച് നടത്തുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. ഇരു കുടുംബങ്ങളും തമ്മിൽ എടുത്ത ഈ ധാരണാപത്രം ഇപ്പോൾ പരസ്പരം കൈമാറുകയും ചെയ്യും.
അങ്ങയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. ആദ്യം തന്നെയാമേ. തന്റെ സ്തുതിയാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 ഒരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നോരും വരുവാനിരിക്കുന്നതിനാൽ വാഴ്ത്തപ്പെട്ടവനാകുന്നവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി വിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശ്രോഷയും കേട്ടുണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയെന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ നോട്ടം ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും കൃപ നിറഞ്ഞവറിയമേ നിനക്ക് സമാധാനത്തോടെ ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പ്രത്യേക അവസരത്തിൽ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൂടി വരുവാൻ ഞങ്ങളെല്ലാം വിഭവങ്ങളിൽ നിന്ന് കൂട്ടി വരുത്തിയതോർക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളിന്ന് കൂടി വന്നിരിക്കുന്നത് അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ സന്നിധിയിലാണ്. അവിടുന്ന് ഞങ്ങളുടെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും തീരുമാനങ്ങളെയും എല്ലാം മുൻകൂട്ടി അറിയുന്ന ദൈവത്തിന് മുൻപാകെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇത്രത്തോളം നീ സഹായിച്ചു, ഇത്രത്തോളം നടത്തി. തുടർന്നും കർത്താവേ വലിയ സാന്നിധ്യവും കൃപയും അനുഭവിച്ചു ദിനതോറും ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നീ ഞങ്ങളോട് കൂടെ ഇരുന്നു നടത്തി പരിപാലിച്ചു. ഓരോ ദിവസവും വരുന്ന അനുഗ്രഹങ്ങൾക്കായി കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് അവിടുത്തെ സന്നിധിയിൽ ഈ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ അടുത്തു വരുന്നു. അല്ലനെ മനുഷ്യ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടുവെങ്കിലും ഇന്ന് കർത്താവെ ഒരുമിച്ചൊരു തീരുമാനത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കുടുംബമായി, ബന്ധുക്കളായി, പ്രിയപ്പെട്ടവരായി, ബഹുമാനപ്പെട്ട അച്ഛന്മാരായി ഒരുമിച്ച് തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം നീ തന്ന കൃപയ്ക്കായി സ്തോത്രത്തിന് സ്തുതിക്കുന്നു. നിന്റെ നാമത്തിൻ്റെ തീരുമാനം കർത്താവെ അത് അർത്ഥവത്തായി മുൻപോട്ട് നയിപ്പാൻ, ആ തീരുമാനത്തെ അംഗീകരിച്ച് ദൈവകൃപയോടെ ജീവിപ്പാൻ എല്ലാവരെയും അവിടുന്ന് കൃപ ചെയ്യണം. കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരേഖനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ കൽപ്പിച്ചാക്കി വിവാഹ ജീവിതം ആശീർവദിച്ച അവിടുത്തെ ദൈവം അങ്ങ് ഈ കുഞ്ഞുങ്ങളെയും അവിടുന്ന് ആശീർവദിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രത്തിന് സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്ന് വരുന്ന ദിവസം വിശുദ്ധ കൂദാശയിലൂടെ അവർ കൈപിടിച്ച് ഒരുമിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ധന്യമായിട്ടുള്ള വാഴുകൾ നിന്റെ മക്കളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ധന്യമായി അനുഗ്രഹപ്രദമായി മുൻപോട്ട് നയിപ്പാൻ, മാതൃകാപരമായി നയിപ്പാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ കുടുംബ ജീവിത പശ്ചാത്തലങ്ങൾ നോക്കുമ്പോൾ വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞതുമാണ്. മുൻപോട്ട് ജീവിതത്തിൽ കർത്താവെ ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ നൽവരങ്ങളെ നൽകി പിശാചിന്റെ ചിന്തകളിൽ നിന്ന് കർത്താവെ ദൈവികമായിട്ടുള്ള വലിയ ലക്ഷ്യത്തിലേക്കും ലക്ഷ്യബോധത്തിലേക്കും വിവാഹം കൊണ്ട് അവിടുന്ന് ഉദ്ദേശിച്ചതായ ആ പാവനമായ അനുഭവത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി നിന്നുകൊണ്ട് ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയുവാൻ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ ഒരുക്കി ഇവിടെ നിർത്തുവാൻ മാതാപിതാക്കൾക്ക് കൊടുത്ത എല്ലാ ദൈവിക കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്നു. മക്കളെ അനുഗ്രഹിക്കണം. കൂടി വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർക്കായി നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം. തുടർന്നുള്ള നാളുകളിൽ നിന്റെ മറ്റുള്ള ക്രമീകരണങ്ങളിൽ എല്ലാം അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുന്ന നമ്മുടെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളിലും കർത്താവെ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജയിപ്പാൻ എല്ലാവർക്കും കൂടുതൽ കൃപ തരുവാനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന വിവാഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ നീ വാഴ്ത്തണം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെ ഒരിക്കൽ കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. സഹായിക്കണം, ബലപ്പെടുത്തണം. യേശു മിശിഹ മൂലം താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ. പിതാവിന്റെ സ്നേഹവും ഏകാപുത്രന്റെ കൃപയും ആശ്രയിക്കുന്ന പരിശുദ്ധ ഒരുപാട് സമാധാനവും ഉപവാസവും ഭാഗത്ത് ചെയ്തിരിക്കുന്ന ഭഗവതിയുടെ മകളുടെ മേലും ഇരു കുടുംബങ്ങളുടെ മേലും ഇവിടെ എല്ലാ ഭാഗത്തും ആത്മാക്കളുടെ മേലും ഇപ്പോഴും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
കുടുംബത്തിൻ്റെ ഏറ്റവും മൂത്ത മകളാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പൊന്നോമന പുത്രിയാണ് അവളെ. അവളെപ്പറ്റി ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് അവളെപ്പറ്റി ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഞങ്ങൾ അവളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് എല്ലാ നന്മകളും അവൾക്ക് വരണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്ക്. ആ ഒരു ആഗ്രഹത്തിൽ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഷൈനിയും ഷൈനിയുടെ ഹസ്ബൻഡും ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് നന്മ വരണമെന്ന് ഞങ്ങൾ പറയുന്നു.